നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ ഓരോന്നായി തിരിച്ചെടുത്ത് മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് വിഘ്നേഷ്. അപകടം വരുത്തിവെച്ച ദുരന്തത്തിൽ നിന്ന് കരകയറി തന്റെ എക്കാലത്തെയും സ്വപ്നമായ സിനിമയിലേക്കും ബോക്സിംഗിലേക്കും തിരിച്ചെത്തണം. അതിന്റെ ആദ്യ പടിയായിരുന്നു നടൻ ജയസൂര്യയെ ഒന്ന് കാണുക എന്നത്. വിഘ്നേഷിന്റെ കഥ മാതൃഭൂമിയിലൂടെ അറിഞ്ഞ ജയസൂര്യ ഇന്നവന്റെ വീട്ടിലെത്തി. ഇപ്പോഴും ഓർമ്മകൾക്ക് ചെറിയ മങ്ങലുണ്ടെങ്കിലും ജയസൂര്യ കോഴിക്കോടെത്തി തന്നെ കാണാനെത്തിയപ്പോൾ എല്ലാം മറന്ന് സന്തോഷിക്കുകയാണ് വിഘ്നേഷ്. ഒപ്പം സിനിമാ മോഹം പൂവണിയാനുള്ള പിന്തുണയും ജയസൂര്യ വാഗ്ദാനം നൽകി. വലിയ സന്തോഷം. കാരണം വിഘ്നേഷ് ഒരു കലാകാരനാണ്. നമ്മളെന്ന് പറയുന്ന മൂവിയിൽ പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ വിഘ്നേഷ് അഭിനയിച്ചിട്ടുണ്ട്. അത് പക്ഷേ സത്യം പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയണത്. കാരണം അന്ന് പുള്ളി വളരെ ചെറിയൊരാളായിരുന്നു. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. പക്ഷേ എൻ്റെ ഒരു കാലിക്കറ്റിലെ എൻ്റെ സുഹൃത്ത് വിപുലാണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, ചെറിയൊരു ആക്സിഡൻ്റായി. അപ്പോൾ മൂപ്പരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ ജയനെ കാണണം എന്നാണ് എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ കാലിക്കറ്റിൽ എൻ്റെ ഒരു വൈഫിനെ നമ്മുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അത് എൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിഘ്നേഷിനെ കൂടി കാണണം എന്ന് തോന്നി. അങ്ങനെ വിഘ്നേഷിനെ കാണാൻ വേണ്ടി വന്നു. ജയസൂര്യനെ കാണുക എന്ന വലിയൊരു ആഗ്രഹം നിറവേറ്റിയ സന്തോഷത്തിലാണ് വിഘ്നേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് മാതൃഭൂമി.com. എന്ത് തോന്നുന്നു ജയസൂര്യ വന്നു? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനങ്ങനെ ഒരു കാണാൻ പറ്റുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ. പക്ഷെ പെട്ടെന്ന് രാവിലെ അറിഞ്ഞില്ല, പെട്ടെന്ന് വന്നപ്പോഴാണ് അറിയുന്ന കാര്യം. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വെരി ഹാപ്പി. എങ്ങനെയായിരുന്നു ഈ ഒരു അപകടമൊക്കെ എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ശരിക്കും പറഞ്ഞെങ്കിൽ കറക്റ്റ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. രാത്രി അമ്മമാരുടെ അറിവ് കേട്ടത്, രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി, അതിലാണ് എനിക്ക് ഇഞ്ചുറി പറ്റി. അപ്പം എൻ്റെ ബ്രെയിൻ ഇഞ്ചുറിയാണ് എൻ്റെ മെയിനായിട്ട്. നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് സിനിമാ മോഹമൊക്കെ? എങ്ങനെയൊക്കെ സിനിമാ മോഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സൂപ്പർ ഹീറോ മൂവീസിനൊന്നും താല്പര്യമില്ല. ലൈക്ക് എനിക്ക് കുറച്ച് റിയൽ ലൈഫ് സ്റ്റോറീസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ക്യാപ്റ്റൻ കറക്റ്റ് മൂവിയാണ്. അത് ഒരാളെ ലൈഫാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കറക്റ്റ് കോൺസെപ്റ്റ് എനിക്ക് കിട്ടുന്നില്ലെങ്കിലും പിന്നെ എനിക്ക് മൂവീസ് ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ അല്ലു അർജുൻ ഡാൻസ് ഭയങ്കര ഫോളോ ചെയ്യും. അല്ലു അർജുൻ, ടൈഗർ ഷ്രോഫ്, ഹൃത്തിക് റോഷൻ, പ്രഭുദേവ മൂവീസ് പറഞ്ഞാൽ എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെ കേട്ടോ. പിന്നെ ജാക്കി ചാൻ, മാർഷൽ ആർട്ട് സ്കിൽസ്. പിന്നെ സ്റ്റോറി ഉണ്ടാവും, നല്ല തീം ഉണ്ടാവും. കാരണം ഇപ്പോൾ നമ്മൾ ചില മൂവീസിൽ വെറും ഫുള്ള് ഫൈറ്റ് ആയിരിക്കും, അതിന് താല്പര്യമില്ല എന്നോട്. കുഞ്ഞുനാളിലെ സിനിമയിലേക്ക് ഒരു മുഖം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് വിഘ്നേഷ്. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമാ മുഖമൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, അത് ബേസിക്കലി എൻ്റെ അച്ഛനാണ് എന്നെ മൂവീസിലേക്ക് കയറ്റിയത്. ഫസ്റ്റ് ചെറിയ ചെറിയ സീരിയൽ അഭിനയിച്ചു, പിന്നെ മൂവീസിലേക്ക് കയറി. വാസനലക്ഷ്മി, മധുരം വരക്കാറ്റ്, നമ്മൾ, കുബേരൻ, അങ്ങനെ മൂവീസ് ഞാൻ ചെയ്തു. ഈ ബോക്സിംഗ് ഒക്കെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ബോക്സിങ്ങിലേക്കുള്ള ഏത് സമയത്തായിരുന്നു, എപ്പോഴായിരുന്നു അതിൻ്റെ ഒരു കടന്നുവരവൊക്കെ എങ്ങനെയാണ്? അത് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഒരു 7th വരെ എനിക്ക് പിള്ളേരെ പേടിയിരുന്നു. സൈസുള്ളവന്മാരെ കണ്ടാൽ ഞാൻ പേടിക്കും ഭയങ്കരമായിട്ട്. +2 കഴിഞ്ഞ് ബിടെക് കോളേജ് ജോയിൻ ചെയ്തപ്പോൾ ഒക്കെ സീനിയേഴ്സ് റാഗിങ്. എനിക്ക് മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഞാൻ എൻ്റെ സ്വസ്തിക് റിൻസർ എടുത്ത് ബോക്സിങ് ജോയിൻ ചെയ്തു. ദീപകേട്ടനാണ് എൻ്റെ ട്രെയിനർ. എൻ്റെ ന്യൂസൊക്കെ അടിച്ച് പൊട്ടിച്ച പുള്ളിക്കാരനാണ്. അപ്പോൾ ധൈര്യം വെച്ച് പിന്നെ ഞാൻ ഡിസ്ട്രിക്ട് ബോക്സിങ് ഇറങ്ങിയിരുന്നു 15-ൽ. സിൽവർ അടിച്ചു. ബോക്സിങ് എന്ന് പറഞ്ഞാൽ പിന്നെ മാനുപാക്യോ ഞാൻ പുള്ളിക്കാരൻ്റെ ഭയങ്കര ഫാനാണ്. പിന്നെ ബോക്സിങ്ങിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഫിറ്റ്നസ്സും നോക്കണമല്ലോ. പണ്ട് എനിക്ക് നല്ല പോട്ട് ബെല്ലിയൊക്കെ ഉണ്ടായിരുന്നു, വയറൊക്കെ ചാടി. ഇപ്പോൾ പിന്നെ ബോക്സിങ് ചെയ്തപ്പോൾ നല്ല ബോഡി ഉണ്ടായി, ഫിസിക്കലി ഫിറ്റ് ചെയ്യാൻ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ചെയ്യാറുണ്ടോ? ഇപ്പം ബോക്സിങ് എനിക്ക് നടത്ത റെഡി ആവുന്നുണ്ട്. ഷാഡോ ബോക്സിങ് നടക്കില്ല, വർക്കൗട്ട് ഞാൻ ചെയ്യും. വലിയൊരു ആഗ്രഹം തന്നെയാണ് സിനിമ അതുപോലത്തെ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോക്ക്? എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അപ്പോൾ എനിക്ക് ഒരു ആക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം റെഡി ആവണമെങ്കിൽ ഓക്കെ, സർജറി ഒക്കെ ചെയ്യാണ്ട്, ഫിസിക്കലി ഫിറ്റ് ആവണം. അപ്പോൾ പിന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഏതായാലും ജയസൂര്യ വന്ന സിനിമയിലേക്കുള്ള ഒരു പറ്റുമങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വിഘ്നേഷിനോട് സംബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ഒരു സന്തോഷത്തിലാണ് കൂടി വിഘ്നേഷ്. ക്യാമറമാൻ ഷഹീറിനൊപ്പം KP നിജീഷ് കുമാർ, മാതൃഭൂമി.com.